നമസ്തേ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ സോമയാഗങ്ങളെ സ്നേഹിച്ച ശ്രീരാമനെക്കുറിച്ച് അറിയാമോ? യാഗസംസ്കൃതിക്ക്, വിശേഷിച്ചും സോമയാഗങ്ങൾക്ക് എത്രത്തോളം പഴക്കമുണ്ട് എന്ന് ചോദിച്ചാൽ ത്രേതായുഗത്തോളം എന്നാണ് ഉത്തരം. അതിൻ്റെ ഏറ്റവും നല്ല തെളിവായി നമുക്ക് മുന്നിലുള്ളത് സാക്ഷാൽ ശ്രീരാമൻ തന്നെയാണ്. പുത്രകാമേഷ്ടിയിലൂടെ പിറന്ന രാമൻ്റെ അയോധ്യയിൽ യജ്ഞസംസ്കൃതി കളിയാടിയിരുന്നു. അഗ്നിയിൽ ഹവിസ്സർപ്പിക്കാത്ത ആരും തന്നെ അയോധ്യയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് വാൽമീകി മഹർഷി വർണ്ണിച്ചിരിക്കുന്നത്. നാനാഹിതാഗ്നിർ നാ യജ്വ എന്നാണ് ആ പ്രസ്താവം. ചെറുപ്പകാലത്ത് തന്നെ രാമലക്ഷ്മണന്മാർ അഗ്നിഹോത്രം ചെയ്തതായുള്ള വർണ്ണനകൾ രാമായണത്തിലെ ബാലകാണ്ഡത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നീട് സീതയോടൊത്ത് അയോധ്യയിൽ വെച്ചും വനവാസകാലത്തും ശ്രീരാമൻ അഗ്നിഹോത്രം ചെയ്യുന്നതിൻ്റെ വർണ്ണനകൾ വാൽമീകി രാമായണത്തിൽ സർവത്ര കാണാം. വനത്തിൽ ശ്രീരാമൻ്റെ പർണശാലയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള വിശാലവും മനോഹരവും അഗ്നിയോടുകൂടി ജാജ്വല്യമാനവുമായ യജ്ഞവേദിയെക്കുറിച്ച് രാമായണത്തിൽ അതിമനോഹരമായ വർണ്ണനയുണ്ട്. ദശരഥൻ്റെ മരണവാർത്ത അറിയിക്കാനും ശ്രീരാമനെ അയോധ്യയിലേക്ക് തിരിച്ചു വിളിക്കാനുമായി വനത്തിലെത്തിച്ചേർന്ന ഭരതൻ ശ്രീരാമൻ്റെ വാസസ്ഥാനത്തെ കണ്ടെത്തുന്നത് തന്നെ ഈ യജ്ഞവേദിയിൽ നിന്നും ഉയർന്നു പൊങ്ങിയ തിങ്ങി നിറഞ്ഞ ഹോമധൂമത്തെ കണ്ടുകൊണ്ടാണ്. തുടർന്ന് ഭരതനെ കണ്ടപ്പോൾ ശ്രീരാമൻ അച്ഛനായ ദശരഥൻ്റെ വിശേഷങ്ങൾ ചോദിച്ചത് ഇങ്ങനെയാണ്: ഭരത, രാജസൂയം, അശ്വമേധം തുടങ്ങിയ മഹായാഗങ്ങളെ ചെയ്തവനും ധർമ്മിഷ്ഠനും സത്യസന്ധനുമായ ദശരഥ മഹാരാജാവിന് ക്ഷേമം തന്നെയല്ലേ എന്ന്. നോക്കൂ, എത്ര മഹത്തരമാണ് യാഗസംസ്കാരം അന്നുണ്ടായിരുന്നത്. ശ്രീരാമൻ്റെ മനസ്സിൽ യജ്ഞസംസ്കാരത്തിന് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. തുടർന്ന് ഭരതനോടായിട്ട് രാമൻ വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിങ്ങനെയാണ് ആ ചോദ്യം: ശ്രൗതയാഗങ്ങളിൽ നിപുണനും ശാസ്ത്രവിധിയെ അറിയുന്നവനുമായ പുരോഹിതൻ വിശേഷ അവസരങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുള്ള യജ്ഞങ്ങളെക്കുറിച്ച് വേണ്ട കാലങ്ങളിൽ നിന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ലേ, ബോധിപ്പിക്കുന്നില്ലേ എന്ന ചോദ്യം. സോമയാഗങ്ങൾ യഥാസമയങ്ങളിൽ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശ്രീരാമൻ ഭരതനെ ഓർമ്മപ്പെടുത്തുന്ന അവസരം കൂടിയാണ് ഇത്. രാമൻ സ്വയം അഗ്നിഷ്ഠോമം തുടങ്ങിയ സോമയാഗങ്ങൾ ചെയ്യിക്കുന്നതിൽ തൽപരനായിരുന്ന ഒരാളായിരുന്നു. ഈ കാര്യം അശോകവനിയിൽ വെച്ച് സീത ഓർക്കുന്നുണ്ട്. യുദ്ധകാണ്ഡത്തിലും നമുക്ക് ഈ കാര്യം വായിക്കാൻ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അഗ്നിഷ്ടോമാദിഭിഹി യജ്ഞൈ ഇഷ്ടവാൻ ആപ്തദക്ഷിണൈ എന്നാണ് സീതയുടെ ആ വാക്കുകൾ. നോക്കൂ, ഈ പറഞ്ഞതിൽ നിന്നെല്ലാം രണ്ട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഒന്ന്, സോമയാഗങ്ങൾക്ക് ത്രേതായുഗത്തോളം, ശ്രീരാമനോളം, രാമായണത്തോളം പഴക്കമുണ്ട്. അതേപോലെ ശ്രീരാമന് സോമയാഗങ്ങളോട് ഏറെ പ്രിയമുണ്ടായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സോമയാഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കുന്ന അതിരാത്ര മഹായാഗം ഈ വരുന്ന ഏപ്രിൽ 17 മുതൽ 26 കൂടി കോഴിക്കോട് കക്കോടി വേദമഹാമന്ദിരത്തിൽ വെച്ച് ഞങ്ങൾ സംഘടിപ്പിക്കാൻ പോവുകയാണ്. അതിരാത്രത്തിന് സാക്ഷികളാകാൻ ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് രാമായണത്തിലെ മഹത്തായ യാഗസംസ്കാരത്തിൻ്റെ ശീലുകളെ ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടി കോഴിക്കോട്ടേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.